സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ നമുക്ക് വീണ്ടും സന്ധിപ്പാൻ്റെ ഒരു അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നമ്മെ സഹായിച്ച് ആ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവിക സഹായത്താൽ കഷ്ടതയുടെ നാളുകൾ മാറി സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അങ്ങനെ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ മറന്നു പോകുന്ന ചിലരെങ്കിലും നമ്മൾ ചുറ്റുപാട് കാണാറുണ്ട്. ഉന്നതമായ നിലവാരത്തിലെത്തിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതായ കഷ്ടതയെ മറക്കുകയും വർത്തമാന കാലഘട്ടത്തിൽ അതുപോലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവരോട് ദയ കാണിക്കാതെ അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നവരും ഇല്ലാതില്ല. എന്നാൽ ചിലരെ ഒരിക്കലും നിങ്ങൾ അനുഭവിച്ച കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച ദൈവം നമ്മൾ സഹായിച്ചതും ഓർത്തുകൊണ്ട് സഹജീവികളോട് കരുണ കാണിക്കുന്നവരുമുണ്ട്. കഷ്ടത അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്ന ആളുകളുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം തങ്ങളുടെ പഴയ അനുഭവങ്ങളൊക്കെ മറന്ന് ഉയർച്ചയിലേക്ക് വരുമ്പോൾ അത് നൽകിയതായ ആ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ച നേട്ടങ്ങളെല്ലാം ദൈവത്താൽ ലഭിച്ചതാണുള്ള ബോധ്യം നമുക്കുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളൊരു പേന വാങ്ങി എഴുതിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ താങ്ക് യു പറയൂല്ലേ. നമ്മൾ ബാങ്കിൽ പോയി, ഗവൺമെൻറ് ഓഫീസിൽ പോയി ഒരു ഫോം പൂരിപ്പിക്കണം, ഒരു സൈൻ ചെയ്യണം, നമ്മുടെ പേനയില്ല. അടുത്ത നാളെ നമ്മൾ പേന മേടിക്കുന്നു, പേന നമ്മൾ സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ താങ്ക് യു പറയും. സാമാന്യ ബോധത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് എത്രത്തോളം നന്മ ചെയ്യുന്നത്, ആയുസ് തരുന്നു, ആരോഗ്യം തരുന്നു, അല്ലേ, താലന്തുകൾ തരുന്നു. അതനുസരിച്ച് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നൽകിയ നന്മകൾ, ദൈവം നൽകിയ ഉയർച്ചകൾ, അഭിവൃദ്ധികൾ, അത് ദൈവത്തിൻ്റെ നാമമുഖത്തിനായും ദൈവരാജ്യ വ്യാപ്തിക്കായും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടും ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അതൊന്നും നമ്മളുടെ ഇത് മാത്രമായി കാണാതെ, അത് നമ്മുടെ നേട്ടം മാത്രമായി അഹങ്കരിക്കാതെ, കഷ്ടം അനുഭവിക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പുവാൻ നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയണം. എല്ലാവരുടെയും എല്ലാ സംഘടനകളും പരിഹരിക്കാൻ ഒരു നമുക്ക് കഴിയുന്നത് വരികയില്ല. അത് നമുക്ക് കഴിയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചെയ്യാൻ നമ്മൾ ഉത്സാഹികളായിരിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ അവരെ സഹായിച്ചും ലഭിച്ച നന്മയിൽ അഹങ്കരിക്കാതെ ദൈവത്തോട് നന്ദിയുള്ളവരായി ആ നന്മകളുടെ ഒരു ഓഹരി ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിക്കും നൽകിക്കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാനുമായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഉത്സാഹിക്കാം. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.